കോക്രോച്ച് ജനതാ പാർട്ടിയെ ചർച്ചയ്ക്ക് വിളിച്ച് കേന്ദ്ര സർക്കാർ. ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടാകും വരെ ജന്തർ മന്ദറിൽ നിരാഹാരം തുടരാമെന്നാണ് തീരുമാനം. സോനം വാങ്ചുക്കിന്റെ അഭ്യർത്ഥന പ്രകാരം അഭിജിത്ത് ദീപ്കെ നിരാഹാരം അവസാനിപ്പിച്ചു. പോരാട്ടം തുടരാൻ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് അഭിജിത്തിനോട് വാങ്ചുക്ക് നിർദ്ദേശിച്ചു. ആശുപത്രിയിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സോനം വാങ്ചുക്ക് കത്തെഴുതി. വിവരങ്ങളുമായി ER രാകേഷ് ചേരുകയാണ്. രാകേഷ്, വിശദാംശങ്ങൾ. ഷിജോ, കഴിഞ്ഞ 31 ദിവസമായി CJP ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരത്തിലാണ് ജന്തർ മന്ദറിൽ. പക്ഷേ അന്നൊന്നും തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചർച്ചയ്ക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ അവരുമായി ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം നടത്താനോ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യം അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുകയാണ്. ഇന്നലെ രാത്രിയുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. വലിയ പിന്തുണ ഈ CJP സമരത്തിന് ലഭിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഡൽഹി പോലീസാണ് ആദ്യം ഇടപെട്ടത്. ഡൽഹി പോലീസ് മുഖേനയാണ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് CJP നേതാക്കളെ സർക്കാർ നിലപാട് അറിയിച്ചത്. അതിൽ തന്നെ ഡൽഹി പോലീസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം സെക്രട്ടറിമാരോ അല്ലെങ്കിൽ തന്നെ സഹമന്ത്രിമാരോ ചർച്ചയ്ക്ക് സന്നദ്ധരാകും എന്ന കാര്യമാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, പ്രധാനമന്ത്രിയോ മറ്റു മുതിർന്ന മന്ത്രിമാരോ വേണമെന്നൊരു ആവശ്യം CJP മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഇപ്പോഴേതായാലും മുൻ ദേശീയ അധ്യക്ഷൻ കൂടിയായ JP നഡ്ഡയായിരിക്കും CJP നേതാക്കളുമായി ചർച്ച നടത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ CJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പ്രതികരണം വന്നിട്ടുണ്ട്. ഏതാണ്ട് 5 മണിക്കൂറായി ഇത്തരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ട്, പക്ഷേ ഒരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. ഏതായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട് എന്ത് എന്നറിഞ്ഞ ശേഷം ഭാവി പരിപാടികൾ തീരുമാനിക്കും. അതുവരെ സമരം തുടരുമെന്നാണ് ഇപ്പോൾ ഏതായാലും CJP നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു നിർണായക നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്ത്. കാരണം പ്രതിപക്ഷമടക്കം ഇത് വലിയ ആയുധമാക്കുന്നു. ഇന്ന് സഭയുടെ ആദ്യ ദിനം തന്നെ ചോദ്യപേപ്പർ ചോർച്ചയും ജന്തർ മന്ദറിലെ പ്രതിഷേധവും ഒക്കെ തന്നെയാണ് വലിയ തോതിൽ ചർച്ചയായത്. അപ്പോൾ അത്തരമൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. അതേസമയം തന്നെ സോനം വാങ്ചുക്ക് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നൊരു തുറന്ന കത്ത് എഴുതിയിട്ടുണ്ട്. തൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു, അതുകൊണ്ട് തന്നെ താൽക്കാലികമായെങ്കിലും തന്നെ പോകാൻ അനുവദിക്കണം, ഈ സമരത്തിൽ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാൻ അനുവദിക്കണം എന്നൊരാവശ്യം ഇപ്പോൾ സോനം വാങ്ചുക്കും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഷിജോ.